60 വയസ്സ് കഴിഞ്ഞ കലാകാരർക്ക് ക്ഷേമനിധിയിൽ ചേരുന്നതിനായി ഒരു അവസരം കൂടി അനുവദിക്കണമെന്ന് മലയാള കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 7ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൊയിലാണ്ടി ടൗൺ ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട് ഉദ്ഘാടനം ചെയ്തു. 60 വയസ്സ് കഴിഞ്ഞ കലാകാരർക്ക് ക്ഷേമനിധിയിൽ ചേരുന്നതിനായി ഒരു അവസരം കൂടി അനുവദിക്കണമെന്ന് മലയാള കലാകാരരുടെ ദേശീയ സംഘടനയായ നന്മയുടെ കോഴിക്കോട് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. 7ാം സംസ്ഥാന സമ്മേളനത്തിന് മുന്നോടിയായി കൊയിലാണ്ടി ടൗൺ ഹാളിൽ നടന്ന ജില്ലാ സമ്മേളനത്തിൻ്റെ പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് സേവ്യർ പുൽപ്പാട് ഉദ്ഘാടനം ചെയ്തു. അത് കോഴിക്കോടുകാർ മാത്രമല്ല രേഖപ്പെടുത്തിയിട്ടുള്ളത്, അടയാളപ്പെടുത്തിയിട്ടുള്ളത്. കേരള ജനത മുഴുവൻ അത് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളതും ഉൾക്കൊണ്ടിട്ടുള്ളതുമാണ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. നിങ്ങൾക്കറിയാവുന്നതുപോലെ നന്മ ആരംഭിച്ചിട്ട് 19 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ജില്ലാ പ്രസിഡന്റ് ഷിബു മുത്താട്ട് ചടങ്ങിൽ അധ്യക്ഷനായി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് അജിത് ഗോതുരുത്ത് സംഘടനാ റിപ്പോർട്ടും ജില്ലാ സെക്രട്ടറി മഠത്തിൽ രാജീവൻ റിപ്പോർട്ടും ജില്ലാ ട്രഷറർ ഗിരീഷ് ഇല്ലത്താഴം വരവ് ചെലവ് കണക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് ജോസ് കൂരാച്ചുണ്ട് അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വിൽസൺ സാമുവൽ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി മുരളി പറയഞ്ചേരി, സംസ്ഥാന സെക്രട്ടറി സജിത് പൂക്കോട്ടുംപാടം, കലാമണ്ഡലം സത്യവ്രതൻ, പ്രദീപ് ഗോപാൽ, ടി.കെ. വേണു, ഹരീന്ദ്രനാഥ് ഈയാട്, ജാനമ്മ കുഞ്ഞുണ്ണി, അജിത നമ്പ്യാർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. സാംസ്കാരിക സമ്മേളനം എഴുത്തുകാരൻ UK കുമാരൻ ഉദ്ഘാടനം ചെയ്തു. വിൽസൺ സാമുവൽ അധ്യക്ഷത വഹിച്ചു. തോട്ടത്തിൽ രവീന്ദ്രൻ MLA, കൊയിലാണ്ടി നഗരസഭാ അധ്യക്ഷ സുധാ കിഴക്കേപ്പാട്ട്, ചന്ദ്രശേഖരൻ തിക്കോടി തുടങ്ങിയവർ സംബന്ധിച്ചു. ചടങ്ങിൽ വിവിധ കലാകാരന്മാരെ ആദരിച്ചു. ജില്ലാ പ്രസിഡന്റായി ടി.കെ. വേണുവിനെയും സെക്രട്ടറിയായി രാജീവൻ മഠത്തിലിനെയും ട്രഷററായി ഗിരീഷ് ഇല്ലത്താഴത്തിനെയും സമ്മേളനം തെരഞ്ഞെടുത്തു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്.